സ്വന്തം കുടുംബത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന, എന്തെങ്കിലും മാസത്തിൽ ചെലവിന് പോലും കൊടുത്തയക്കുന്ന അത്തരം അടുത്ത ബന്ധമുള്ള കുടുംബക്കാർ നമുക്കെതിരെ ഒരു പാരപണിയുമ്പോഴൊക്കെ ആയിരിക്കും ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാവുക. നമ്മളപ്പോഴേക്കും ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ പിൻവലിക്കും ചെയ്യും, അവരോട് പിണങ്ങും ചെയ്യും, എന്നേക്കുമായി കട്ട് ഓഫ്. അങ്ങനെ ചെയ്യല്ലേ. അള്ളാഹു നമുക്ക് ഈ ക്ഷമ എന്ന് പരിശോധിക്കാൻ ചില അവസരങ്ങൾ തരും. അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. കാരണം ഏതൊരു മനുഷ്യനും ഇഫ് ഈസ് നോട്ട് പുട്ട് ഇൻ ടു ട്രയൽ, നമ്മളൊരു പരീക്ഷണത്തിന് വിധേയമായിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സ്ഥലസ്വഭാവം അറിയാൻ കഴിയില്ല. തീച്ചൂളയിൽ ചൂടാക്കിയാൽ ഒരു മനുഷ്യന്റെ പൊന്ന് ഒറിജിനലാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ജ്വല്ലറിക്കാരൊക്കെ പഴയത് കൊണ്ടുകൊടുത്തന്ന് ചൂടാക്കി കൊണ്ടുവരൂലേ? തീയിലിടണം. തീ എന്ന് പറഞ്ഞത് സഹിക്കാൻ പറ്റാത്ത സാധനമാണ്. അപ്പോൾ നമുക്ക് സഹിക്കാൻ പ്രയാസമുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ അതിൻ്റെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുള്ളൂ. അതാണ് ഇതിൻ്റെ ആകത്തുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എൻ്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, അഹ്ലുൽ ഫദ്ലിൽ പെടാൻ നമുക്ക് സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് എത്തും. പിന്നെ കിതാബ് കയ്യിൽ കിട്ടുകയോ അല്ലെങ്കിൽ ഹിസാബിൻ്റെ ബേജാറോ വിഷമങ്ങളോ ഒന്നും ആവശ്യമില്ല.